ഇന്നിപ്പോൾ തലസ്ഥാന നഗരിയിൽ ഈ പൊങ്കാല അർപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കാണാവുന്ന പ്രധാനപ്പെട്ട ചില പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധമാണ്. വളരെ നാളുകളായി അവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഇന്നിപ്പോൾ ഈ റാങ്ക് ഹോൾഡേഴ്സും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ അണിനിരന്നുകൊണ്ടുള്ള ഒരു പൊങ്കാല സമർപ്പണം ഇവിടെ നടക്കുന്നുണ്ട്. 21 അടുപ്പുകളിലായി ഈ ഉദ്യോഗാർത്ഥികൾ പൊങ്കാല സമർപ്പിക്കുകയാണ് ദേവിക്ക്. നേരത്തെ അവരോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അതൊരു പ്രതിഷേധം എന്നുള്ള നിലയിലല്ല, തങ്ങളുടെ ആവശ്യം നിരന്തരം സർക്കാരുകൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഒടുവിൽ അത് ദേവിക്ക് തങ്ങളുടെ ഒരു ആവശ്യം ദേവിക്ക് മുന്നിൽ തങ്ങൾ സമർപ്പിക്കുകയാണ് പൊങ്കാലയിലൂടെ എന്നതാണ് അവരുടെ ഒരു പക്ഷം. ഏതായാലും ഈ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഇവിടെ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലൊക്കെ തന്നെയാണ്. അവരോട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആർട്ടിസ്റ്റ് സോണിയ മൽഹാർ അടക്കമുള്ള ആളുകൾ ഇവർക്ക് പിന്തുണയുമായി ഇവരുടെ സമരത്തിന് നേരത്തെ തന്നെ ഒപ്പമുണ്ട്, ഇപ്പോഴും കൂടെയുണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഞങ്ങള് പ്രതിഷേധ പൊങ്കാലയല്ല, ഇതൊരു അപേക്ഷ പൊങ്കാലയാണ്. ബിക്കോസ് 10,000-ത്തിലധികം കുടുംബങ്ങൾ ഈ ഒരു പോലീസ് ജോലിക്ക് വേണ്ടിയിട്ട് 5 വർഷമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സർക്കാരിന് കണ്ണു തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഒരു കണ്ണുനീരിന്റെ പൊങ്കാലയാണ്. അല്ലാതെ ഇത് നമ്മൾ പ്രതിഷേധമായിട്ടല്ല. പ്രത്യേകിച്ച് ഇതൊരു എല്ലാവർക്കും ഭക്തിയുടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ നമ്മൾ പൊങ്കാലയിട്ട് പ്രതിഷേധം എന്നുള്ള ലെവലിലല്ല, നമ്മളെല്ലാരെയും പോലെ സന്തോഷമായിട്ട് തന്നെയാണ് ഇടുന്നത്. പക്ഷെ ഈ ഇത്രയും മരിയും ഇത്രയും സാധനങ്ങൾ വരെ ഒപ്പിച്ച് ഇവിടെ പൊങ്കാല ഇടുന്ന എല്ലാ സാധാരണക്കാരായ കുടുംബങ്ങളാണ്. അവർക്ക് അവരുടെ മകൻ അല്ലെങ്കിൽ സഹോദരൻ ഒരു പോലീസ് ജോലി എന്നത് വലിയൊരു സ്വപ്നമാണ്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ്. അപ്പൊ അവരെ കാണാതെ പോകുന്ന ഒരു ഭരണകൂടം യുവാക്കൾക്കൊപ്പം എന്ന് പറയുന്നത് എന്ത് വൈരുദ്ധ്യമാണെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ പൊങ്കാലയോടുകൂടി പിണറായി സഖാവ് അടക്കമുള്ള ആളുകളുടെ കണ്ണ് തുറക്കണം എന്നുള്ള ഒരു എളിയ അഭ്യർത്ഥനയാണ് സാമൂഹ്യ പ്രവർത്തകയായ എനിക്ക് മുന്നിൽ വെക്കാൻ. നേരത്തെ തന്നെ സർക്കാരിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഇത് കേൾക്കാതെ വരുമ്പോഴാണോ ഇത് ദേവിക്ക് മുന്നിൽ നിങ്ങളുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ സമർപ്പിക്കുകയാണോ? അതെ, താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. നമ്മൾ ഇപ്പോൾ ആറ്റുകാൽ അമ്മയുടെ പുണ്യം എല്ലാവർക്കും അതൊരു ഭക്തിയുടെ ഒരു വലിയൊരു സാന്നിധ്യമാണ്. അപ്പോൾ നമ്മൾ അമ്മയോടൊപ്പം കേണപേക്ഷിക്കുകയാണ്. നമ്മളുടെ ഈ പൊങ്കാലയിൽ നമ്മുടെ സഹോദരങ്ങളുടെ ഒരുപാട് അമ്മമാരിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 14 ജില്ലയിൽ നിന്നുള്ള സഹോദരങ്ങളുണ്ട്. 10,000-ത്തിലധികം കുടുംബങ്ങൾ ഈ ഒരു നല്ലൊരു ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ പൊങ്കാല ദിവസം നമുക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. തീർച്ചയായും ആ നിലയിൽ കൂടിയാണ് തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള പൊങ്കാല അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അതോടൊപ്പം നേരത്തെ